ഇത് എവിടെ പോയി? അണ്ണാ എന്റെ കൂടെ രണ്ട് പെണ്ണുങ്ങളെ കണ്ടോണ്ണ? ഇല്ല, ഞാൻ കണ്ടില്ല. അയ്യോ, പട്ടണത്തിൽ ആദ്യമായിട്ടാ. എനിക്കറിയത്തില്ല ഇവളുമാര് ഇത് എവിടെ പോയോ എന്തോ. അയ്യോ, അവളുമാരല്ല എനിക്ക് തിരിച്ചു പോവാനും പറ്റത്തില്ല. പലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. നീയൊക്കെ എവിടെ പോയി കിടന്നേടി? ഞങ്ങള് വഴി വെച്ച് പോയി. എങ്ങനെ വഴി തെറ്റി പോവാതിരിക്കും? നിന്നെയൊക്കെ വളർത്തിയതിന്റെ ദോഷമാടി. അതെന്ത് വർത്താനാ ADC പറഞ്ഞത്? ഞങ്ങൾ ആരോ നോക്കി പോയെന്നല്ലേ പറഞ്ഞത്? നീയൊക്കെ എന്റെ കൂടെ വന്നിട്ട് എന്തിനാ ആരെങ്കിലും നോക്കി പോകാൻ പോയത്? ആരെങ്കിലും നോക്കി പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ആരോ നോക്കി പോയെന്നാ പറഞ്ഞത്. അതെന്തുവാടി? ആരോ കണ്ടില്ല, അമ്പ് അമ്പ്. എടി നീയൊക്കെ എന്തിനാടി അങ്ങനെ പോയത്? അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. സിഗ്നലൊക്കെ എനിക്കറിയാം. വിജയണ്ണം കാണിച്ചു തന്ന സിഗ്നൽ അല്ല. ഓ, ട്രാഫിക് സിഗ്നൽ ഉണ്ടെന്ന്. അത് കണ്ടിട്ട് വേണം കേറി വരാന്. ഓ, ഇത് ആ വളവ് തിരിഞ്ഞു വരുന്ന സമയത്തെ ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു 200 രൂപ കൊടുത്തേക്കണം കേട്ടോ. എന്തിനാടി? അച്ഛനെ പോലെ ഒരാള് നമ്മളോട് ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ പറ്റുമോ? അത് നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂടി. ആ അച്ഛനെ പോലെ ആള് എന്നെ കണ്ടിട്ട് പറയാന്നേ, കേറി വാ മക്കളെ, ഊണ് റെഡിയായി, കേറി വാ മക്കളെ, കേറി വാ മക്കളെ. അയ്യോ, ആരെങ്കിലും വിളിക്കുമ്പോ കേറി പോവരുത്. അയ്യോ, എന്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നി ADC. അതാ ഞാൻ കയറി ചെന്ന് അവിടെ ചെന്ന് കഴിച്ചതെങ്കിൽ പറയാ 200 രൂപ വെച്ചിട്ട് പോയാ കൊള്ളാം. അച്ഛനെ പോലല്ലേ ചോദിച്ചത്? കൈ ഇരുന്ന 200 എന്റെ കൊടുക്കാൻ എന്താ? 200 രൂപയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ സ്വർണ്ണക്കടയുടെ മുമ്പേ ഇന്നൊരു ചെറുക്കൻ കാണിക്കുക. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് കൈ ഓടിഞ്ഞാണ്ട് ചെറുക്കൻ നിന്നോണ്ട് കാണിക്കുവെന്ന്. ഞങ്ങൾ അവിടെ 200 രൂപ അവിടെ കൊടുത്തിട്ടാ വന്നേക്കുന്നത്. ഡിസ്പ്ലേ ബൊമ്മ കണ്ടാ പോലും മനസ്സിലാക്കാൻ പറ്റാത്തതിനെയൊക്കെയാണല്ലോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഓ, നീയൊക്കെ ആ പൈസ കൊടുത്തതേ നന്നായി. നിന്നെയൊക്കെ ഞാൻ കാൻഡിൽ നൈറ്റ് ഡിന്നറിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നത് തന്നെ. അതെന്തോന്നും ഡിന്നറാ? മെഴുകുതിരി കുത്തി വെച്ചിട്ടേ വട്ടം ഇരുന്ന് വാരി തിന്നത്തില്ലയോ അത്. മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ നിന്ന് കഴിച്ച് മടുത്തായി ഇങ്ങോട്ട് വന്നത്. അപ്പൊ താണ്ടെ മെഴുകുതിരിയുടെ മുമ്പിൽ നിന്ന് കഴിച്ചു വെച്ചാലും മതി. അതിൽ വീഴുന്ന കല്ലും പാറ്റലോടെ ഞങ്ങളിവിടെ വാരി തിന്നാനും വേണ്ടി. ഓ, നീ ഒന്നും കഴിക്കണ്ട. നേരം വൈകുന്നതിന് മുമ്പേ വന്ന വണ്ടിക്ക് തന്നെ തിരിച്ചു പോകുന്നേ നല്ലത്. ആ വണ്ടി മാറിപ്പോവായിരുന്നാ കൊള്ളാം. ആ വണ്ടി മാറിപ്പോത്തൊന്നുമില്ല ADC. അതെന്താ മാറിപ്പോവാത്തെ? ആ ട്രെയിൻ മാറാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം കണ്ടു വെച്ചിട്ടാ വന്നേക്കുന്നത്. അതെന്ത് സൂത്രോടി? ആ ട്രെയിനിന്റെ ബാക്കിലില്ലയോ ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ട്. കണക്ക് കൂട്ടം എല്ലാം തെറ്റിക്കുവോ? ADC, നമ്മൾ നേരത്തെ പോവോ? പോയാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം. എന്തിനാടി? അവിടെ ചിക്കൻ ഫേഷ്യൽ എന്ന് എഴുതിയിട്ടിരിക്കുന്നു. എന്നാ പിന്നെ എനിക്ക് ബീഫ് ഫേഷ്യലൂടെ വേണം. എടി, അത് ചിക്കൻ ഫേഷ്യലൊന്നും ബീഫ് ഫേഷ്യലൊന്നും അല്ല എഴുതി വെച്ചിരിക്കുന്നേ. ചിക്കൻ പാഴ്സൽ, ബീഫ് പാഴ്സൽ. നമ്മുടെ അവിടുത്തെ ഹോട്ടൽ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ഹോട്ടല്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹോട്ടലിലൊക്കെ അടുക്കള പുറകിലായിരിക്കും, സിറ്റിയിലോ അടുക്കള മുമ്പിലായിരിക്കും. ഓ, നീയൊക്കെ അല്ല ADC സിനിമ കൊണ്ടിറങ്ങി തലയിലൊക്കെ എന്ത് മുല്ലപ്പൊക്കെ വെച്ചിറങ്ങുന്നേ? എടി, ഇത് മുല്ലപ്പൂ ഒന്നും അല്ലടി. പിന്നെന്ത്? നമ്മള് സിനിമ കാണാൻ കയറിയപ്പോഴേ അത് കുറെ വെകിളി പിടിച്ച കുറെ കൊച്ചന്മാർ ഇരിപ്പുണ്ടായിരുന്നടി. ആ കൊച്ചന്മാരുടെ വാരി അറിഞ്ഞ പോക്കോണില്ലയോ?